ഏകദേശം 3 മാസങ്ങൾക്ക് മുന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യണത് കേട്ടോ. ആ സമയത്ത് തന്നെയായിരുന്നു ഡെങ്കിപ്പനീൻ്റെ എലിപ്പനീൻ്റെയും മഞ്ഞപ്പിത്തത്തിൻ്റെ ഒക്കെ സീസൺ. ഇപ്പോഴാണൊന്ന് കുറവ് വന്നത്. ആ ഒരു തിരക്കിൽ നിന്ന് എവിടേക്കെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ളൊരവസ്ഥയിലായി ഞങ്ങൾ. അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഇങ്ങോട്ട്. ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് സത്രംകാവ് എന്നുള്ളൊരു അമ്പലത്തിൻ്റെ അടുത്താണ് ഇങ്ങനൊരു വെള്ളച്ചാട്ടം കണ്ടത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മെയിനായിട്ട് പോകാൻ ഉദ്ദേശിച്ച മീൻവെള്ളം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഡിസ്റ്റൻസ് ഏകദേശം 2 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇറങ്ങാൻ പറ്റിയത്. അവിടെയൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഇറങ്ങിയുള്ളൂ. ഇവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നതിന് ശേഷം ഞങ്ങൾ പിന്നീട് നേരെ പോയത് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കാണ് കേട്ടോ. ഇതാണ് അവരുടെ എൻട്രൻസ് വരുന്നത്. ഇതുവരെയാണ് വണ്ടി പോവുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നടന്നിട്ട് വേണം പോകാൻ കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഉണ്ടാവും. നമ്മൾ അവിടെ നിന്ന് എടുത്ത ടിക്കറ്റ് ഇവിടെ കാണിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഇതാണ് കേട്ടോ. ഈ ഒരു പാലം, മരങ്ങൾ കൊണ്ടുണ്ടാക്കിയൊരു പാലം. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എങ്ങനെയൊക്കെയോ നടന്നങ്ങൾ ക്രോസ് ചെയ്തു. വെള്ളം ഉണ്ടെങ്കിലും താഴത്തെ കൂടി നടന്നിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം കേട്ടോ. ഞങ്ങളങ്ങനെ മുകളിൽ കൂടെ ഇറങ്ങി താഴത്തിറങ്ങി വെള്ളത്തിലൊക്കെ കുറച്ച് നേരം കളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ മരത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് കളിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ മുകളിലോട്ട് കയറി. ഇവിടെ വന്നപ്പോൾ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ദൂരെ നോക്കിയാൽ കാണാൻ ചെറിയൊരു ചാല് മാതിരിയാണ് വെള്ളം വീഴുന്നുള്ളൂ. അവിടെ കുറച്ച് നേരം നിന്ന് വർത്താനൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ നേരെ അടുത്ത സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഈ ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഈ തട്ടുകട കണ്ടത് കേട്ടോ. ചെറുതായിട്ടൊക്കെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കപ്പയും ചിക്കൻ കറിയാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി കേട്ടോ. ഇതാണ് ആ സ്ഥലം. ഇരുമ്പകച്ചോല എന്നാണ് പേര്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നട്ടുച്ച സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്ക് ആർക്കും തോന്നിയില്ല. അവിടെ ദൂരെ എന്തോ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ദൂരേക്ക് നടക്കാനുണ്ടായിരുന്നു. നല്ല മരങ്ങളൊക്കെ ഉള്ള കാരണം നല്ല തണലായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഉള്ളിലേക്ക് കയറി. അവിടെ എന്തോ ഷൂട്ടിങ് നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അധികം സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കൊണ്ടുപോയ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചു. പിന്നെ വേഗം അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പോരുന്ന വഴിക്ക് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ട്രിപ്പ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.